ടോസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. HSCയുടെ അടുത്ത പബ്ലിക് വീഡിയോ ആണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 4ലെയും അതുപോലെ തന്നെ 8ലെയും കെമിസ്ട്രി വരുന്ന 6, 8 എന്ന മൊഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻസ്, അതുപോലെയുള്ള ഫോർമുലാസ്, പ്രോബ്ലമാറ്റിക് ആയിട്ട് വരാവുന്ന സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ന്യൂക്ലിയർ കെമിസ്ട്രിയുടെ ഭാഗത്ത് നിന്നും വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എന്താണ് എലമെന്റ് അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഒക്കെ ചോദിക്കും. അപ്പൊ ഹാഫ് ലൈഫ് കാണാനുള്ള ഇക്വേഷൻ ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693 ബൈ ലാംഡ. ലാംഡ എന്ന് പറയുന്നത് ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയും. ലാംഡ ഇസ് ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ്. അപ്പൊ നമ്മളോട് ഒന്നുകിൽ ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് തന്നിട്ട് ഹാഫ് ലൈഫ് കാണാനായിട്ട് അതിന്റെ ഒരു അർദ്ധ ലൈഫ് ടൈം കാണാനായിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഡിസിൻറ്റഗ്രേഷൻ സ്ഥിരാങ്കം ചോദിക്കാറുണ്ട്. ഇപ്പൊ ടി ഹാഫ് 100 സെക്കൻഡ് ആണെന്നിരിക്കെ ഒരു റേഡിയോ ആക്റ്റീവ് മൂലകത്തിന്റെ ടി ഹാഫ് അർദ്ധ ലൈഫ് എന്ന് പറയുന്നത് 100 സെക്കൻഡ് ആണെങ്കിൽ അതിന്റെ ഡിസിൻറ്റഗ്രേഷൻ ആയ ലാംഡ കണ്ടുപിടിക്കാൻ ചോദിക്കും. സോ ടി ഹാഫ് കാണാനുള്ള ഇക്വേഷൻ 0.693 ബൈ ലാംഡ ആണ്. സോ ലാംഡ എന്ന് പറയുന്നത് 0.693 ബൈ ടി ഹാഫ് ആണ്. That is equal to 0.693 by 100. That is equal to 0.00693 സെക്കൻഡ് ഇൻവേഴ്സ് വരും. കാരണം ഹാഫ് ലൈഫ് സെക്കൻഡ് ആണ്. ദെൻ ലാംഡ എന്ന് പറയുന്നത് അതിന്റെ ഇൻവേഴ്സ് ആയിട്ടല്ലേ വരുന്നത്. സോ 0.00693 സെക്കൻഡ് ഇൻവേഴ്സ് ആയിട്ട് വരും. സോ ഇത്തരത്തിലൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളുടെ ആവറേജ് ലൈഫ്, ഇതുപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് എലമെന്റിന്റെ ആവറേജ് ലൈഫ് കാണാനായിട്ടൊരു ചോദ്യം വരും. ടോ വെച്ചിട്ടാണ്. അതെന്ന് പറയുന്നത് 1/λ ആണ്. 1/λ which is equal to 1.44 ടി ഹാഫ്. ഈ ഒരു ഇക്വേഷനും പഠിക്കുക. അതായത് ഒരു റേഡിയോ ആക്റ്റീവ് മൂലകത്തിന്റെ ആവറേജ് ലൈഫ്, അതായത് ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റിന്റെ റെസിപ്രോക്കലിനെയാണ് ആവറേജ് ലൈഫ് എന്ന് പറയുന്നത് 1.44 ടി ഹാഫ് ആണ്. അപ്പം ആ ഇക്വേഷനും കാണാതെ കൃത്യമായിട്ട് പഠിക്കുക. അത്തരത്തിലൊക്കെയുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗം നോക്കാം. അടുത്തത് സ്പെസിഫിക് റൊട്ടേഷൻ. ഒരു കോമ്പൗണ്ട്, ഒരു ഓർഗാനിക് സംയുക്തത്തിന്റെ ഒരു റൊട്ടേഷൻ തന്നിട്ട് അതിന്റെ സ്പെസിഫിക് റൊട്ടേഷൻ കാണാനായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതിന് ഇക്വേഷൻ ഒന്ന് പഠിക്കുക. ആൽഫ ഇസ് ഈക്വൽ ടു ആൽഫ ബൈ സി ഇൻറ്റു എൽ. അതിൽ ആ സ്ക്വയറിൽ വരുന്ന ആൽഫ എന്ന് പറയുന്നത് എന്താണ്, സ്പെസിഫിക് റൊട്ടേഷൻ. ഒബ്സേർവ്ഡ് റൊട്ടേഷൻ ആണ് ആൽഫ. ഇങ്ങനെ ഇക്വേഷന്റെ റൈറ്റ് സൈഡിലുള്ളത്. സി കോൺസെൻട്രേഷൻ ഇൻ ഗ്രാം പെർ എം എൽ. എൽ എന്ന് പറയുന്നത് അതിന്റെ പാത്ത് ലെങ്ത് ആണ്, ഡി എമ്മിൽ വരും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് കൈറാലിറ്റിയുടെ ഭാഗത്തു നിന്നും വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു എന്താണ്, നമ്മളുടെ ഒരു കോമ്പൗണ്ടിന്റെ, ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ഒബ്സേർവ്ഡ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ആൽഫ എന്ന് പറയുന്നത് -2.99 ആണെന്ന് തരുന്നു. കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.095 gram ഓഫ് കൊളസ്ട്രോൾ ഇസ് ഡിസോൾവ്ഡ് ഇൻ 1 ml. 0.095 gram in 1 ml. സോ നമുക്കറിയാം കോൺസെൻട്രേഷൻ നമ്പർ ഓഫ് മോൾസ് ആണ്. ദാറ്റ് മീൻസ് 0.095 ഡിവൈഡ് ബൈ 1 ml. ദെൻ ഇതിന്റെ ലെങ്ത്, ആ ഒരു ലെങ്ത്, ആ സെല്ലിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. 10 സെന്റിമീറ്റർ നമുക്ക് ഡെസിമീറ്ററിലാണ് വേണ്ടത്. 10 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 1 ഡെസിമീറ്റർ ആണ്. സോ ഒബ്സേർവ്ഡ് റൊട്ടേഷൻ തന്നു -2.99. ദെൻ കോൺസെൻട്രേഷൻ കൊളസ്ട്രോളിന്റെ ആണ് തന്നിരിക്കുന്നത്. കൊളസ്ട്രോൾ 0.095 gram ഡിസോൾവ്ഡ് ഇൻ 1 ml ഈതർ എന്നാണ് പറയുന്നത്. സോ അതിന്റെ കോൺസെൻട്രേഷൻ കാണാൻ
0.095/1. ദെൻ ലെങ്ത് നമുക്ക് വേണ്ടത് എന്തിലാണ്? DM-ലാണ്, സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. സോ 10 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 1 DM ആണ്. പിന്നെ കോൺസെൻട്രേഷൻ നമുക്ക് വേണ്ടത് gram/ml ആണ്. സോ gram/ml. സോ നമുക്ക് എന്താണ് സ്പെസിഫിക് റൊട്ടേഷൻ ആൽഫ ഇസ് ഈക്വൽ ടു എങ്ങനെ വരും? -2.99 ഡിവൈഡ് ബൈ 0.095 ഇൻറ്റു 1. അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ് ഇസ് -31.47 ഡിഗ്രി. റൊട്ടേഷൻ ഡിഗ്രി ആ ടേംസിലായിരിക്കും വരുന്നത്. സോ ഇത്തരത്തിലൊക്കെയുള്ള ചോദ്യം നമുക്ക് കൈറാലിറ്റി ഭാഗത്ത് നിന്നും വരാം. അടുത്തത് VSEPR തിയറി ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? നമ്മുടെ സംയുക്തങ്ങളുടെ ഷേപ്പ് കണ്ടുപിടിക്കാൻ. ഓക്കെ, നമുക്ക് BF3 എന്നൊരു മോളിക്യൂൾ തരുന്നു. അപ്പം നിങ്ങൾക്കറിയാം ഇതിന്റെ കേന്ദ്ര ലോഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര ബിന്ദുവായിട്ട് നിൽക്കുന്നത് ബോറോൺ ആണ്. ഹൈഡ്രജൻ, ഹീലിയം, ലിത്തിയം, ബെറീലിയം, ബോറോൺ 5 ആണ് അവന്റെ അറ്റോമിക സംഖ്യ. സോ 1s2, 2s2, 2p1. സോ വാലൻസ് ഇലക്ട്രോൺ 2s-ഉം 2p-യിലുള്ള ഇലക്ട്രോൺസിന്റെ കൗണ്ട് 2 + 1 3 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഷേപ്പ് കണ്ടുപിടിക്കാനായിട്ട് ഹാഫ് ഇൻറ്റു വാലൻസ് ഇലക്ട്രോൺ 3 പ്ലസ് ഈ ബോറോണു ചുറ്റും എത്ര സിംഗിൾ ആയിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്ന ലിഗാൻഡ് ഉണ്ടെന്ന് നോക്കണം. അത് 3 എണ്ണമാണ്, 3 ഫ്ലൂറിനാണ്. സോ 6/2 ദാറ്റ് ഈസ് 3 ആണ്. അപ്പൊ അതിന്റെ ടോട്ടൽ ഇലക്ട്രോൺ പെയർ 3 ആണ്. അപ്പൊ അതില് ആ 3 ഇലക്ട്രോൺ പെയറിൽ ടോട്ടൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോൺ പെയറായ 3-ലും ബോറോണിലേക്ക് ബോണ്ട് ചെയ്യാൻ മൊത്തം 3 ഫ്ലൂറിനുണ്ട്. സോ അവിടെ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത ഇലക്ട്രോൺസ് ഒന്നുമില്ല. മുഴുവൻ കിട്ടിയിരിക്കുന്ന ഇലക്ട്രോൺ പെയറിലെ 3-ഉം ബോണ്ടിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. സോ 3 ബോണ്ട് പെയറും 0 ലോൺ പെയറുമാണ്. 3 ബോണ്ട് പെയറും 0 ലോൺ പെയറും വന്നാൽ ഷേപ്പ് എന്ന് പറയുന്നത് ട്രൈഗോണൽ പ്ലനാർ. ഓക്കെ, ട്രൈഗോണൽ പ്ലനാർ എന്ന് വരും. അടുത്തത് നമുക്ക് അമോണിയയുടെ ഷേപ്പ് നോക്കാം. NH3 ഹാഫ് ഇൻറ്റു നൈട്രജനിൽ 5 എണ്ണമാണ് വാലൻസ് ഇലക്ട്രോൺ. 1s2, 2s2, 2p3 5 പ്ലസ് ചുറ്റും 3 എണ്ണം. സോ 8/2 4 ആണ്. ആ ടോട്ടൽ ഇലക്ട്രോൺ പെയറിൽ 4-ല് 3 എണ്ണം ബോണ്ട് പെയറും പിന്നെ 4-ൽ ഒരെണ്ണം മിച്ചമുണ്ട്, ഒരെണ്ണം ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത ലോൺ പെയറും ആണ്. 3 ബോണ്ട് പെയറും ലോൺ പെയറും വന്നാൽ ഷേപ്പ് പിരമിഡൽ. അപ്പൊ ഇങ്ങനെ കുറേ കേസുകളുണ്ട്. സോ അത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ഷേപ്പ് VSEPR തിയറി ഉപയോഗിച്ചുള്ള എല്ലാ ഷേപ്സും പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഗീഗർ നട്ടൽ റൂള്. അത് നമുക്കങ്ങനെ എന്താ പറയുന്നത്, എല്ലാ എക്സാമിനും ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷെ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ എക്സാമിന് PSCക്ക് വന്നിട്ടുള്ളതാണ് ഗീഗർ നട്ടൽ റൂള്. ഒരു MCQ പോലത്തെ നടത്ത അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ എക്സാമിന്. ഗീഗർ ആൻഡ് നട്ടല് ഒരു റിലേഷൻഷിപ്പ് ആൽഫ പാർട്ടിക്കിളിന്റെ റേഞ്ചിനും ആൽഫ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആൽഫ പാർട്ടിക്കിളിന്റെ റേഞ്ചിന്റെയും അതിന്റെ ഡിസഇന്റഗ്രേഷൻ കോൺസ്റ്റന്റിന്റെയും കൂടെ ഒരു റിലേഷൻഷിപ്പ് എന്ത് ചെയ്തു, പ്രൊവൈഡ് ചെയ്തു ഗീഗർ ആൻഡ് നട്ടൽ. അവർ പറഞ്ഞത് ഇത്രയാണ്: ഡിസഇന്റഗ്രേഷൻ, ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റിന്റെ ഡിസഇന്റഗ്രേഷൻ കോൺസ്റ്റന്റിന്റെ ആൽഫയാണ് ഡിസഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ്. അതിന്റെ ലോഗ് ആൽഫ അതിന്റെ റേഞ്ചുമായിട്ട്, ആൽഫ പാർട്ടിക്കിളിന്റെ റേഞ്ചുമായിട്ട് പ്ലോട്ട് ചെയ്താൽ നമുക്ക് ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും എന്നുള്ളത്. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും എന്നുള്ളതാണ് പറഞ്ഞത്. ഗീഗർ നട്ടൽ റൂൾ ഇത്രയേ ഉള്ളൂ. ഡിസഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ്, ആൽഫ പാർട്ടിക്കിളിന്റെ ഡിസഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ്, ആൽഫ പാർട്ടിക്കിളിന്റെ ഡിസഇന്റഗ്രേഷൻ കോൺസ്റ്റന്റും ഒരു റേഞ്ചും തമ്മിലുള്ള റിലേഷൻ, റേഞ്ച് ഓഫ് ആൽഫ പാർട്ടിക്കിളിന്റെ റേഞ്ചും അതുപോലെ തന്നെ ഡിസഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ്, ആൽഫ ആക്റ്റീവ് ആയിട്ടുള്ള
സബ്സ്റ്റൻസുകളിലെ എമിറ്റ് ചെയ്യുന്നവരുടെ റേഞ്ചും തമ്മിലുള്ള ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് തമ്മിലുള്ള റിലേഷൻ ലോഗ് ആൽഫ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ലോഗ് ആർ. ഓക്കെ, അതിൽ എ എന്ന് പറയുന്നത് എയും ബിയും കോൺസ്റ്റന്റ് ആണ്, എയും ബിയും സ്ഥിരാങ്കങ്ങളാണ്. ആൽഫ പാർട്ടിക്കിളിന്റെ റേഞ്ച് ആണ് 6. ഓക്കെ, ദെൻ ആൽഫ ഡീകെ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ്. സോ ഈ ഒരു 2 മൊഡ്യൂളിൽ നിന്നും അധിക ഫോർമുലാസ് ഒന്നും ഇല്ല, കാരണം പക്ക ഓർഗാനിക്കും അല്ലാതുള്ള കാര്യങ്ങളുമാണ് വന്നിരിക്കുന്നത്. ഇനോർഗാനിക്കുമാണ് ഈ 2 സെക്ഷനിലും വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത റിലേഷൻസ് വരുന്ന ആ 2 യൂണിറ്റിൽ നിന്ന് വരുന്ന റിലേഷൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഗീഗർ നട്ടൽ റൂള് ഒരു തവണ PSC ചോദിച്ചിട്ടുള്ളതുമാണ്. സോ ഈ കാര്യങ്ങളൊക്കെ നോക്കുക. ഹാഫ് ലൈഫ് പീരീഡ് ഒക്കെ കോമൺ ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണ്. സ്പെസിഫിക് റൊട്ടേഷൻ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. VSEPR തിയറി റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഒരൊറ്റ തവണ ചോദിച്ചിട്ടുള്ളതാണ് ഗീഗർ നട്ടൽ റൂള്. അപ്പൊ അതുകൊണ്ട് അത് ഇനിയും റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. സോ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.